നമസ്കാരം. ICT ടൂൾസ് ഉപയോഗിച്ചുള്ള അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ക്ലാസിന്റെ ഒരു ഉദാഹരണം നോക്കാം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ വൈദ്യുതിയുടെ ലോകം എന്ന പാഠഭാഗം അവതരിപ്പിക്കാൻ ഇന്ററാക്റ്റീവ് സിമുലേഷനുകൾ ICT ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇത് ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. വൈദ്യുതിയുടെ ലോകം പാഠഭാഗം ആരംഭിക്കുന്നത് വീട്ടിൽ ഒരു സന്ദർഭം മുന്നിൽ നിർത്തിയാണ്. വീട്ടില് രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നമ്മൾ സാധാരണ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ക്ലാസ്സിലുള്ള ചർച്ചയ്ക്ക് ശേഷം എമർജൻസി ലാമ്പ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നു. എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന ചർച്ചയിൽ നിന്നും വൈദ്യുതി സ്രോതസ്സുകളിലേക്കും വൈദ്യുതി രാസോർജമായി സൂക്ഷിച്ചു വെക്കാമെന്നും രാസോർജം വൈദ്യുതോർജമായി പിന്നീട് മാറ്റാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെന്നും അങ്ങനെ ബാറ്ററികളുടെ ലോകത്തേക്ക് കുട്ടികളെ എത്തിക്കുകയും ചെയ്യുന്നു. ബാറ്ററി ഉപയോഗിച്ച് LED ബൾബുകൾ കത്തിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കുട്ടികളെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകുന്നു. ഇതിനായി പാഠഭാഗത്ത് 9 വോൾട്ട് ബാറ്ററിയും ചാലക കമ്പികളും LED മൊഡ്യൂളും ഉപയോഗിച്ച് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ പാഠഭാഗത്ത് ഒഴുകുന്ന വൈദ്യുതി എന്താണെന്നും ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്നും ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണെന്നും ഓപ്പൺ സർക്യൂട്ട് എന്താണെന്നും ഉള്ള അറിവാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. സാധാരണ കുട്ടികൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ വീടുകളിൽ പോയി ബാറ്ററിയും LEDയും ഒക്കെ ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ICT സിമുലേഷൻ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന അപ്പോൾ തന്നെ കുട്ടികൾക്ക് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിനായി നമുക്ക് കൊളറാഡോ യൂണിവേഴ്സിറ്റിയുടെ ഇന്ററാക്റ്റീവ് സിമുലേഷൻ ഫോർ സയൻസ് ആൻഡ് മാത്സ് ഫെറ്റ് എന്നറിയപ്പെടുന്ന സിമുലേഷൻ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇൻവോൾവ് ICT വെബ്സൈറ്റിൽ ഉള്ള ലിങ്കിൽ നിന്നും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് ഗൂഗിൾ വഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യാവുന്നതുമാണ്. ഒഴുകുന്ന വൈദ്യുതി എന്ന പാഠഭാഗത്ത് വൈദ്യുതി ഒഴുകുന്നു എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടും വൈദ്യുതി അനുഭവിക്കുക എന്ന് പറയുന്നത് അപകടകരമായതുകൊണ്ടും സിമുലേഷൻ ടൂളുകൾ നമ്മുടെ സഹായത്തിന് എത്തുന്നു. ഈ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ സർക്യൂട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. സിമുലേഷൻ ടൂൾ ഓപ്പൺ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇടതുഭാഗത്ത് വിവിധ തരത്തിലുള്ള വയർ, ബാറ്ററി, ബൾബ്, റെസിസ്റ്റർ, സ്വിച്ച്, ഫ്യൂസ്, പേപ്പർ, സേഫ്റ്റി പിൻ, പെൻസിൽ, കോയിൻ എന്നീ വിവിധ തരത്തിലുള്ള സാമഗ്രികൾ ഇടതുഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ളതായി കാണാം. വലതുഭാഗത്ത് ഒഴുകുന്ന കറണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇലക്ട്രോണുകളെ കാണിക്കാം, അല്ലെങ്കിൽ കറണ്ട് പോകുന്ന ഏറോ മാർക്ക് ഡയറക്ഷൻ കാണിക്കാം. നമുക്ക് വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉപയോഗിച്ച് വോൾട്ടേജും കറണ്ടും അളക്കാം. പാഠഭാഗത്തിലുള്ള ആക്ടിവിറ്റി നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ബാറ്ററി ഉപയോഗിച്ച് LED കണക്ട് ചെയ്യുകയും എന്നാൽ ആ സർക്യൂട്ട് AB എന്ന 2 അറ്റവും ഉണ്ടാക്കി വെച്ചതായും കാണാം. പാഠഭാഗത്ത് പറയുന്നത് AB എന്ന 2 അഗ്രഭാഗത്ത് നമ്മൾ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് LED ബൾബുകൾ കത്തുക എന്ന് നിരീക്ഷിക്കാനും അത് പട്ടികയിൽ പെടുത്താനുമാണ്. ഈ സിമുലേഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വിവിധ തരത്തിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് AB എന്ന് പറയുന്ന 2 അഗ്രഭാഗങ്ങളും യോജിപ്പിക്കാൻ ശ്രമിക്കാം. എപ്പോഴൊക്കെയാണ് ബൾബുകൾ കത്തുക എന്ന് കുട്ടികൾക്ക് നിരീക്ഷിക്കാവുന്നതുമാണ്. ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്നീ കൺസെപ്റ്റുകൾ കുട്ടികൾക്ക് വളരെ വ്യക്തമായി ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ചാലകങ്ങൾ ഏതൊക്കെയാണെന്നും ഇൻസുലേറ്ററുകൾ ഏതൊക്കെയാണെന്നുമുള്ള വ്യക്തമായ ധാരണയും കുട്ടികൾക്ക് സ്വയം മനസ്സിലാക്കാനും അധ്യാപകർക്ക് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. ഇവിടെ സർക്യൂട്ടിൽ നമുക്ക് പേപ്പർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, കറണ്ട് ഒഴുകുന്നില്ല. ഇനി റബ്ബർ കണക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, കറണ്ട് ഒഴുകുന്നില്ല. അടുത്തതായി പെൻസിൽ കണക്ട് ചെയ്ത് നോക്കാം. പെൻസിലിന്റെ അഗ്രഭാഗം ഗ്രാഫൈറ്റ് കൊണ്ടുള്ളതാണ്. കണക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, ബൾബുകൾ കത്തുന്നു. ഇനി സേഫ്റ്റി പിൻ കണക്ട് ചെയ്ത് നോക്കാം. കാണുന്നില്ലേ? അവിടെയും കണ്ടക്ടറാണ്, അതുകൊണ്ട് കറണ്ട് ഒഴുകുന്നു. ഇനി കോയിൻ കണക്ട് ചെയ്ത് നോക്കാം. കോയിനും ഒരു മെറ്റലാണ്, അപ്പോൾ കറണ്ട് ഒഴുകുന്നു. സർക്യൂട്ട് ക്ലോസ്ഡ് ആകുന്നതുകൊണ്ട് കറണ്ട് ഒഴുകുന്നു. പേപ്പറും റബ്ബറും കണക്ട് ചെയ്യുമ്പോൾ, ഇറേസറും കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകുന്നില്ല. എന്നാൽ ചാലകങ്ങളായ പെൻസിൽ, ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ മെറ്റൽ പോലെയുള്ള
സാധനങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് പാഠഭാഗത്ത് സ്വിച്ചുകളുടെ ആവശ്യകതയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സർക്യൂട്ടുകളിൽ സ്വിച്ചുകൾ ഉൾപ്പെടുത്തി നോക്കാൻ കുട്ടികളോട് പറയാം. വെളിച്ചം ആവശ്യമുള്ളപ്പോൾ മാത്രം കറണ്ട് കടത്തിവിട്ട് ബൾബുകൾ പ്രകാശിപ്പിക്കാൻ സ്വിച്ചുകളുടെ ആവശ്യകതയെ പറ്റിയും പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. സർക്യൂട്ടിൽ സ്വിച്ച് കണക്ട് ചെയ്തതിനു ശേഷം നിരീക്ഷിക്കാൻ കുട്ടികളോട് പറയാം. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോൾ കറണ്ട് ഒഴുകുന്നില്ല എന്നും സ്വിച്ച് ക്ലോസ് ആയിരിക്കുമ്പോൾ സർക്യൂട്ട് ക്ലോസ് ആവുകയും കറണ്ട് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നോക്കൂ, കറണ്ടിന്റെ ഡയറക്ഷനാണ് ഏറോ മാർക്കിലൂടെ കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇലക്ട്രോൺസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഒഴുകുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ് എന്നും കാണാം. അങ്ങനെ ഈ ഒരു സിമുലേഷനിലൂടെ ഇലക്ട്രോണുകൾ ഒഴുകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. അടുത്തതായി സെല്ലും ബാറ്ററിയും എന്ന പാഠഭാഗത്ത് സെല്ലിനെ കുറിച്ചും സെല്ലിൽ നിന്നും ബാറ്ററി ഉണ്ടാകുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ സെൽ എന്നും 2 സെല്ലുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിനെ ബാറ്ററി എന്നും വിളിക്കുന്നതായിട്ടാണ് പറയുന്നത്. അടുത്ത ഭാഗത്തിൽ 3 തരത്തിൽ ബാറ്ററികൾ ക്രമീകരിച്ച് ഒരു നിരീക്ഷണമാണ് പറയുന്നത്. ABC എന്നുള്ള തരത്തിൽ ബാറ്ററികൾ ക്രമീകരിച്ച ശേഷം ഇതിൽ കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് ഏത് രീതിയിൽ ബാറ്ററികൾ വയ്ക്കുമ്പോഴാണ് എന്നുള്ള നിരീക്ഷണമാണ്. കുട്ടികൾക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ബാറ്ററികൾ ഫെറ്റ് ടൂൾ വഴി വിവിധ തരത്തിൽ ചെയ്തു വയ്ക്കാൻ പറ്റും. അതുവഴി കുട്ടികൾക്ക് കൂടുതൽ വൈദ്യുതി ഏത് തരത്തിൽ ബാറ്ററികൾ വയ്ക്കുമ്പോഴാണ് വരുന്നത് എന്നും ഒന്നിൽ കൂടുതൽ ബാറ്ററികൾ വയ്ക്കുമ്പോൾ കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നതായും കുട്ടികൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നു. കൂടുതൽ വൈദ്യുതിയുടെ അളവ് വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളക്കാം. അല്ലെങ്കിൽ വളരെ വ്യക്തമായി തന്നെ കൂടുതൽ വോൾട്ടേജ് വരുമ്പോൾ ബൾബുകൾ കൂടുതൽ പ്രകാശമാനമായി കത്തുന്നതായിട്ടും കുട്ടികൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എ എന്ന തരത്തിൽ നമ്മൾ ബാറ്ററി അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ബാറ്ററി അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ബൾബുകൾ കത്തുന്നത് കാണുന്നില്ലേ? 18 വോൾട്ട് 9 വോൾട്ട് ബാറ്ററി ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തപ്പോൾ 18 വോൾട്ട് കിട്ടുന്നതായി കാണാം. എന്നാൽ നോക്കൂ, ബി എന്നുള്ള തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ്. അപ്പൊ ഇവിടെ 2 ബാറ്ററികൾ തമ്മിൽ തലതിരിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോകുന്നതായിട്ട് കാണാം. മാത്രമല്ല കറണ്ട് തിരിച്ചാണ് ഒഴുകുന്നതായിട്ടും കാണുന്നത്. നോക്കൂ, സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനിലേക്കാണ് ഒഴുകുന്നത് കാണുന്നത്. 9 വോൾട്ടേജ് മാത്രമേ ഇൻ എഫക്ട് നമുക്ക് വരുന്നുള്ളൂ 3 ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. ഇനി നോക്കൂ, സി എന്ന് പറയുന്നത് പോലെ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവ് പോസിറ്റീവ് 3 ബാറ്ററികൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ബൾബ് വളരെയധികം നന്നായി പ്രകാശം പുറപ്പെടുവിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല 9 വോൾട്ട് ബാറ്ററി കൂട്ടി 27 വോൾട്ടേജ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നതായിട്ടും കാണാം. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രകാശം കിട്ടുന്നത് 3 ബാറ്ററികൾ ഒരുമിച്ച് ഒരേപോലെ കണക്ട് ചെയ്യുമ്പോഴാണെന്നും ഈ ABC എന്ന് പറയുന്ന 3 തരത്തിലുള്ള ബാറ്ററി അറേഞ്ച്മെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സി എന്ന് പറയുന്ന അറേഞ്ച്മെന്റിനാണ് കൂടുതൽ വോൾട്ടേജും കൂടുതൽ പ്രകാശവും നമുക്ക് കിട്ടുന്നത് എന്നും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഇന്ററാക്റ്റീവ് സിമുലേഷൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ICT ടൂളുകൾ വഴി കുട്ടികൾക്ക് കാര്യങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ടൂളുകൾ പ്രത്യേകിച്ച് അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയും കുട്ടികളോട് സ്വയം ഉപയോഗിച്ച് നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ICT ടൂൾ ഉപയോഗത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ക്ലാസുകൾക്ക് ഉപയോഗമായ കൂടുതൽ നല്ല ടൂളുകൾ അധ്യാപകർക്ക് തേടി കണ്ടുപിടിക്കാവുന്നതാണ്.